ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ MLA ശ്രീ KP മോഹനൻ, അധ്യക്ഷ വാർഡ് മെമ്പർ ശ്രീമതി ഖദീജ തെക്കയിൽ, പാനൂർ AEO ശ്രീ ബൈജു കേളോത്ത്, BPO ശ്രീ അബ്ദുൽ മൊയ്ൻ സാർ, മാനേജ്മെൻറ്റിൻ്റെയും മറ്റ് PTA ഘടകങ്ങൾ, നമ്മുടെ പൂർവ്വ പ്രധാനാധ്യാപകൻ മോഹൻ മാസ്റ്റർ, മറ്റ് സഹപ്രവർത്തകരെ ഏവരെയും നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്കും നമ്മുടെ സ്കൂളിലേക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചതോടെ തന്നെ നമ്മുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. കൈറ്റ് ക്ലാസ്സിന് അനുബന്ധമായി നമ്മുടെ അധ്യാപകർ തന്നെ തയ്യാറാക്കിയ വർക്ക്ഷീറ്റുകളാണ് കഴിഞ്ഞ വർഷം മുതൽ തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് വാട്സപ്പ് മുഖേന എത്തിച്ച് നൽകിയത്. അത് കുട്ടികൾക്ക് എപ്പോഴും പ്രാപ്യമാകുന്ന രീതിയിൽ നമ്മുടെ സ്കൂളിൻ്റെ ബ്ലോഗായ കൊളവല്ലൂർ ഈസ്റ്റ് LP സ്കൂൾ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ യൂട്യൂബ് ചാനലായ കൊളവല്ലൂർ ഈസ്റ്റ് LP സ്കൂൾ ചാനൽ വഴി കുട്ടികളിലേക്ക് കഴിഞ്ഞ വർഷം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. അതൊന്ന് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈ വർഷം സ്കൂളിലൊരു സ്റ്റുഡിയോ യാഥാർത്ഥ്യമാക്കിയത്. ഈ സ്റ്റുഡിയോ വഴി പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കുട്ടികൾക്ക് തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ക്ലാസ് കാണാനും കേൾക്കാനുമുള്ള സൗകര്യം ഒരുക്കുക, അതുവഴി ഓൺലൈൻ പഠനത്തിൽ കുട്ടികളുടെ താല്പര്യം വളർത്തിയെടുക്കുക എന്നതാണ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ഇത് നമ്മുടെ സ്കൂളിൻ്റെ ചാനലായ യൂട്യൂബ് ചാനലായ കൊളവല്ലൂർ ഈസ്റ്റ് LP സ്കൂൾ ചാനൽ വഴി കുട്ടികളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ ഈ പരിപാടിക്ക് പേര് നൽകിയിരിക്കുന്നത് നോട്ട് ബുക്ക് എന്നാണ്. ഇന്നത്തെ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒന്നുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി ഖദീജ തെക്കലിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന MLA മോഹനേട്ടൻ, അതുപോലെ പാനൂർ ഉപജില്ലെ AEO, VEO, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഇവിടെയുള്ള ഹെഡ് മാഷുമായ മുകുന്ദൻ മാഷ്, ഇവിടെയുള്ള സ്വാഗതം ചെയ്ത നമ്മുടെ HM, മറ്റു അധ്യാപകന്മാരെ, മാനേജ്മെൻറ്റ് പ്രവർത്തകരെ, നമ്മളിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സ്റ്റുഡിയോ ആണ്. നമുക്കറിയാം, മാത്സ് പോലത്തെ വിഷയം വരുമ്പോൾ ഇങ്ങനെ ഈ പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയ ഇവിടെയുള്ള അംഗങ്ങളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പഠനം വീടുകളിലാണ് ഇന്ന് പഠനം. അതുകൊണ്ട് കൂടുതലായും രക്ഷിതാക്കളാണ് കുട്ടികളെ അധ്യാപകരായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ നല്ലോണം വീടുകളിൽ നിന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് പഠനം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA മോഹനേട്ടൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ശ്രീമതി ഖദീജ തെക്കയിൽ, പാനൂർ AEO ശ്രീ ബൈജു, BPCI ശ്രീ അബ്ദുൽ മുനീർ, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രധാന അധ്യാപകൻ, മറ്റ് അധ്യാപകന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള MP മുകുന്ദൻ മാസ്റ്റർ, മറ്റ് സുഹൃത്തുക്കൾ. പല വിദ്യാലയങ്ങളിലും ഇന്ന് ഡിജിറ്റൽ സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റുഡിയോകൾക്ക് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയാണ്. വിദ്യാഭ്യാസം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നോ ആ രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു
അവസ്ഥ നമ്മൾ കണ്ടുവരികയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ AEO ഇവിടെയുണ്ട്. AEO വളരെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ വിശദീകരിക്കും. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വീട് ഒരു വിദ്യാലയമായിട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് ആ വീട് വിദ്യാലയമായിട്ട് മാറുന്നത്, അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും ആ വീട് എങ്ങനെ വിദ്യാലയമായിട്ട് മാറുന്നു. രക്ഷിതാക്കൾ ഇന്ന് അധ്യാപകരായിട്ട് മാറുകയാണ്. വിദ്യാർത്ഥികളും നന്നായിട്ട് തന്നെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് റെക്കോർഡ് വിജയമാണ് ഈ സംസ്ഥാനത്തുണ്ടായത്. അത് വെറുതെ ലഭിച്ചതല്ല. ഓൺലൈനിലൂടെ കുട്ടികൾ വളരെ നന്നായിട്ട് തന്നെ അധ്വാനിച്ചുകൊണ്ട് പഠിച്ച് അത് പരീക്ഷയിലൂടെ മുന്നോട്ട് വന്നപ്പോൾ കൂടുതൽ പഠിക്കാനും കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീട് ഒരു വിദ്യാലയമായിട്ട് മാറി അതിലൂടെ കുട്ടികൾ പഠിച്ചു വരികയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്ത് വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതല്ല, മറിച്ച് കുട്ടികളിൽ അടങ്ങിയിരിക്കുന്ന കലാവാസനകളും കലാവൈഭവങ്ങളും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് അത് പുറം രാജ്യങ്ങളിലേക്ക് പുറം പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പല രീതിയിലുള്ള ഇന്നത്തെ സൗകര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഡിജിറ്റൽ സൗകര്യങ്ങളിലൂടെ പല രീതിയിലുമുണ്ട്. യൂട്യൂബിലൂടെയും ബ്ലോഗിലൂടെയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇന്ന് വിദ്യാലയങ്ങൾ വരുന്നു എന്നതാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കലാവാസനകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. മുമ്പേ അതായിരുന്നില്ല. മുമ്പ് അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ കൂടി അധ്യാപകരോടൊപ്പം നിന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വരുന്നത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മുന്നേറ്റം, പ്രത്യേകിച്ച് ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാറ്റം ഒക്കെ തന്നെ ഏറ്റവും ശ്ലാഘനീയമാണ്. ഒപ്പം ഞാൻ ഈ മണ്ഡലത്തെ മുഴുവൻ ഡിജിറ്റൽ കൂത്തുപറമ്പ് മണ്ഡലത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ മണ്ഡലമാക്കി മാറ്റാൻ പോവുകയാണ്. ആ മാറുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഏറെ ഗുണകരമായിട്ട് വരും. അതിനുള്ള ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതാണ് കാലഘട്ടം. കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ രക്ഷിതാക്കളുടെ കൂടി ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നല്ല പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഡിജിറ്റൽ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ആശംസ. ബഹുമാന്യായ അധ്യക്ഷ ഖദീജ തെക്കയിൽ, പ്രിയപ്പെട്ട MLA KP മോഹനൻ അവർ, മുകുന്ദൻ മാസ്റ്റർ, BPC മുനീർ സാർ, മറ്റ് ബഹുമാനപ്പെട്ട വ്യക്തികളെ, ഈ സ്കൂളിലെ അധ്യാപകരെ, നമ്മളെ ഈ ഒരു പരിപാടി, ഇന്നത്തെ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരാവശ്യം തന്നെയാണ്. അപ്പോൾ ഓൺലൈൻ പഠനം ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മൾ കണ്ടെത്തിയ ഒരു വഴിയാണ്. ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്കൂള് ഒരു വെർച്വൽ ക്ലാസ് റൂം എന്ന രീതിയിൽ ഉയരുകയാണ്. എവിടെ ഇരുന്നും കുട്ടികൾക്ക് ക്ലാസ് കാണാം. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തിരുന്ന് നമ്മുടെ കുട്ടികൾ നമ്മുടെ അധ്യാപകരുമായി സംവദിക്കുന്നു. വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ക്ലാസ്സുകൾ കാണുന്നു. അതിന് തുടർച്ചയായുള്ള പഠന പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ സഹായത്തോടെ നേരിട്ടുള്ള സംവാദത്തിലൂടെ ഒരു ക്യാമറക്കോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിനോ അപ്പുറം ഇപ്പുറം ഇരുന്ന് നേരിട്ട് അവർ അധ്യാപകരുമായി സംവദിച്ച് പഠനം നടത്തുന്നു. അപ്പോൾ ഓൺലൈൻ പഠനത്തിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ടെങ്കിലും അതിൻ്റെ സാധ്യതകൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. വ്യക്തിപരമായി ഓരോ കുട്ടിയെയും
ഇടപെട്ട് പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട്. കാരണം ഒരു കുട്ടി, എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള ഒരു പഠന പ്രവർത്തനമല്ല നമ്മുടെ ക്ലാസ് റൂമിൽ വേണ്ടത്. പലപ്പോഴും മുഖാമുഖ ക്ലാസ് റൂം മുറികളിൽ ഇത് സാധ്യമാകാറില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് ഓരോ കുട്ടിയുടെയും നിലവാരമനുസരിച്ചുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് നേടേണ്ട ശേഷികൾ നേടിയെടുക്കാൻ സഹായിക്കാൻ അധ്യാപകർക്ക് കഴിയും. അതാണ് ഈ ഓൺലൈൻ പഠനത്തിൻ്റെ മറ്റൊരു സാധ്യത. എന്നാൽ പഠന പ്രവർത്തനങ്ങളുടെ ആധിക്യം കൊണ്ട് കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഒരു വല്ലാത്ത ഒരു ആദിയുള്ള ഒരു കാലം കൂടിയാണിത്. അത് മറികടക്കാൻ ടെക്നോളജിയെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് ചിട്ടപ്പെടുത്തേണ്ടതും അധ്യാപകരും വിദ്യാഭ്യാസ പ്രവർത്തകരും ചേർന്നാണ്. അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സമയബന്ധിതമായി ക്ലാസ് കൈകാര്യം ചെയ്യുകയും ഒരു കുട്ടിക്ക് ഇത്ര സമയം ക്ലാസ് മതി, അവന് മൊബൈൽ നോക്കാനുള്ള സമയം അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങൾ നോക്കി പഠിക്കാനുള്ള സമയം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടത് രക്ഷിതാക്കളുടെ കൈകളിൽ മൊബൈൽ അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങൾ അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവരാണ് അതിൻ്റെ ഓപ്പറേറ്റർമാർ. കുട്ടികൾക്ക് അധ്യാപകനുമായി സംവദിക്കുക, അവരുടെ പഠന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിലുപരിയായി ഈ ഉപകരണത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ കൂടുതൽ ഇടപെടേണ്ടതില്ല. എന്നാൽ കൂട്ടായി രക്ഷിതാവിനും ആ കുട്ടിക്കും ചെയ്യാം എന്നല്ലാതെ പൂർണ്ണമായിട്ടും അത് കുട്ടികളുടെ കൈകളിലൂടെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ സ്കൂളിലും നമ്മുടെ മണ്ഡലത്തിലും ഒക്കെ നടക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉണ്ട്. അതുപോലെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നേതാക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല. ഈ കാലഘട്ടം നമ്മൾ ധൈര്യമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ആദരണീയായ ഖദീജ തെക്കേൽ, ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA KP മോഹനൻ സർ, AO ബൈജു സാർ, സ്നേഹം നിറഞ്ഞ അധ്യാപക സുഹൃത്തുക്കളെ, വിശിഷ്ട വ്യക്തികളെ, ഏറെ സന്തോഷം തോന്നുകയാണ് ഈ ഒരു നിമിഷത്തിൽ. കാരണം നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊരു സ്കൂൾ എത്തരത്തിൽ അതിനോട് ചേർന്ന് നിൽക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും. വിവിധങ്ങളായ പല പദ്ധതികളും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും അതുപോലെ തന്നെ സർക്കാർ തലത്തിലും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ സഹായത്താൽ പലതരത്തിലുള്ള നടപടിക്രമങ്ങളും വിവിധങ്ങളായ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡയറ്റിൻ്റെ നേതൃത്വത്തിലൊക്കെ നമുക്കറിയാം, വീടാണ് വിദ്യാലയം എന്നുള്ളൊരു പരിപാടിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തത് ഇന്നു മുതൽ നമ്മുടെ പാനൂർ സബ് ജില്ലയിലെ മുഴുവൻ അധ്യാപകർക്കും IT പരിശീലനം നൽകുകയാണ്. അതായത് നമ്മുടെ സബ് ജില്ലയിലുള്ള മുഴുവൻ അധ്യാപകരും ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ തങ്ങളുടെ കുട്ടികൾക്ക് ഏത് തരത്തിലാണ് ക്ലാസ്സുകൾ കൺവേ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നു മുതൽ ഒരു IT ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഈ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ താൽക്കാലികമായി കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു ഓൺലൈൻ സംവിധാനം ഈ വർഷമെങ്കിലും സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് വരാൻ കഴിയും എന്ന് തോന്നിയിരുന്നു. പക്ഷേ കോവിഡിൻ്റെ ഈ രണ്ടാം വരവ് നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ താളം തെറ്റുകയും അതിലൂടെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വെർച്വൽ ക്ലാസ് റൂമിലൂടെ സംവദിക്കാനുള്ള ഒരവസരമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് തീർച്ചയായും ഒരു കോവിഡ് കാലഘട്ടം ഈ ഒരു സമയത്തായത് ഏറെ നന്നായി എന്നാണ്. കാരണം സാങ്കേതിക വിദ്യ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു കോവിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ക്ലാസ്സുകൾ കേൾക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെയെങ്കിലും കഴിയുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനം നമുക്കുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു സ്കൂളിൽ ഇത്തരമൊരു സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചതിൽ. ഇതിൻ്റെ പ്രയോജനം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവട്ടെ. അതിലൂടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടാൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ എന്ന ആശംസയോടുകൂടി എല്ലാവിധ ഭാവുകങ്ങളും നേർത്തുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, കൊളവല്ലൂർ ഈസ്റ്റ് LP സ്കൂളിൻ്റെ സ്കൂൾ സ്റ്റുഡിയോ ഉദ്ഘാടന ചടങ്ങിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്.
നമ്മുടെ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ KP മോഹന അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സ്കൂൾ പ്രഥമാധ്യാപകൻ പ്രതിൽ മാസ്റ്റർ, അധ്യക്ഷത വഹിച്ച വാർഡ് മെമ്പർ തെക്കേൽ ഖദീജ, ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച പാനൂർ AO ശ്രീ ബൈജു കേളോർ, BPC അബ്ദുൽ മുനീർ സർ, മറ്റ് PTA പ്രതിനിധികളെ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏവർക്കും സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.